കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാസർഗോഡ് പൊയിനാച്ചി പറമ്പത്ത് ഗീതയുടെ 4.5 പവൻ തൂക്കമുള്ള മാല ബസ് യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ടത്. താലിമാലയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകാരികമായ ഒരു അടുപ്പമുണ്ടായിരുന്നു. വലിയ വിഷമത്തിലായിരുന്നു കഴിഞ്ഞ 9 ദിവസമായി ഈ വീട്ടുകാർ. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി വീടിൻ്റെ ഈ സിറ്റ് ഔട്ടിൽ ഒരു മാലയും അതുപോലെ തന്നെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ മാല എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. ആദ്യം സന്തോഷിച്ചു, കയ്യിലെടുക്കും തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സ്, ഒരു വിറയൽ. പിന്നെയും കുറേ ആലോചിച്ചു എന്ത് ചെയ്യണം. അങ്ങനെ വാട്സപ്പ് മെസ്സേജ് കണ്ടു, കെട്ടുതാലിയാണെന്ന്. പിന്നെ തീരുമാനിച്ചു വേണ്ട, ആരാൻ്റെ മുതൽ വേണ്ടെന്ന്. അങ്ങനെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത്രയും ദിവസം കയ്യിൽ വെച്ചതിന് വേദനിപ്പിച്ചതിന് മാപ്പ് എന്നുകൂടി എഴുതിയാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കുറിപ്പിൻ്റെ അവസാനം കുണ്ടംകുഴി എന്നുകൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടുകാർ നമുക്കൊപ്പം ചേരുകയാണ്. ഗീത ചേച്ചി, മാല പോയപ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അല്ലേ? വിഷമമുണ്ടായി, നന്നായി വിഷമിച്ചു. ആ മാല ഞാൻ 10-27 വർഷമായി വരാതെ എപ്പോഴും കഴുത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പമുണ്ട് ആ മാലക്ക്. കെട്ടുതാലിയാണ് ഇത്. ഇപ്പം മാല കിട്ടിയപ്പോൾ സന്തോഷമായോ? സന്തോഷമായി, സങ്കടമായി. അറിഞ്ഞില്ലേ, കണ്ടപ്പോൾ ഒരുപാട് സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും ഒരുപാട് കരഞ്ഞുപോയി. പണം എന്നതിലുപരി ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. തീർച്ചയായും ഞാൻ ഭാര്യയുടെ കഴുത്തിലണിയിച്ച താലിയാണ്. പണത്തിൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ അവളോട് അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ടെന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു പോട്ടെ, നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെടും, ആ കിട്ടിയ ആളുകൾക്കെങ്കിലും അതൊരു ഉപകാരപ്പെടട്ടെ, അവന് നന്നാവട്ടെ എന്ന് മാത്രം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും ഈ ഇൻ്റർവ്യൂ ഒക്കെ ഞങ്ങളല്ലായിരുന്നു തരേണ്ടത്, അവനായിരുന്നു പോകേണ്ടത്. അവൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ, ആ സന്മനസ് കാണിച്ച അവനായിരുന്നു നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഹീറോ ആകേണ്ട ആൾ. ദാമ്പത്യബന്ധം തുടങ്ങുമ്പോൾ ഞാൻ അവളുടെ കഴുത്തിൽ അണിയിച്ച ആ മാല 27 വർഷം അവൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ സൂക്ഷിച്ചൊരു മാലയാണ്. ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അവരുടെ ശരീരത്തിൽ നിന്ന് ആ മാല പോകുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു സങ്കടം തന്നെയായിരുന്നു. എന്തായാലും മാല തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ദാമോദരേട്ടനും ഗീത ചേച്ചിയുമാണ് നമുക്കിപ്പം ചേർന്നത്. പക്ഷേ ആ അജ്ഞാതരാണ് ആരാണെന്ന് കണ്ടെത്തണം. ഇവർക്ക് അതാണ് ഇപ്പോൾ വേണ്ട ഒരു ആവശ്യം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.